Look what's behind me. I'm at Viഴിഞ്ഞം പോർട്ട്. ആക്ച്വലി കഴിഞ്ഞ ദിവസമായിരുന്നു വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇനാഗുറേഷൻ. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം തന്നെ കാണാൻ വേണ്ടി വന്നായിരുന്നു. ആൻഡ് അത് ഭയങ്കര സന്തോഷം തോന്നിച്ചു കണ്ടപ്പോഴത്തേക്കും. മദർഷിപ്പ് അവിടെ അങ്ങനെ കിടക്കണ കാണുമ്പോഴത്തേക്കും എന്തോ ഭയങ്കര സന്തോഷം തോന്നി. ആൻഡ് ദെയർ ഇറ്റ് ഈസ്. ആൻഡ് വിഴിഞ്ഞം വരാൻ വേണ്ടി വേറെ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മോർണിംഗ് ആക്ച്വലി ബിക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു കൊച്ചിയിലോട്ട്. അപ്പം റെയിൽവേ സ്റ്റേഷൻ ആക്കിയതിന് ശേഷമാണ് ഞാൻ സ്ട്രൈറ്റ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബി എന്നോട് പറഞ്ഞു, നീ എന്തായാലും വിഴിഞ്ഞം പോയതല്ലേ, പോയി മീൻ മേടിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പം ദിസ് വാസ് ദ പ്ലേസ്. ഇവിടെയായിരുന്നു മീൻ മേടിക്കേണ്ടത്. ഈ ക്രൗഡിൻ്റെ ഇടയിൽ ചെന്ന് നമ്മൾ മേടിക്കണം. അപ്പം ഞാൻ കുറേ ട്രൈ ചെയ്തു മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ, പക്ഷേ എന്നെക്കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ ടാസ്ക് അങ്ങ് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകാൻ ഡിസൈഡ് ചെയ്തു. അപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഭയങ്കര രസമുണ്ട് ഇവിടെ. ഈ ഒരു പോയിന്റിൽ ഞാൻ ഇതിന് മുന്നേ വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വിഴിഞ്ഞത്ത് വരാറുള്ളത് തന്നെ നോർമലി സീ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അത് രാത്രിയൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വരും, കഴിച്ചിട്ട് തിരിച്ചു പോകും. ആൻഡ് രാത്രിയിലത്തെ വ്യൂ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, പകലത്തെ വ്യൂ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. മോർണിംഗ് സമയത്ത് ഈ ഒരു സൺലൈറ്റ് അത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ നിന്ന് അടിക്കുന്നത് കടലിലോട്ട് വീഴുന്ന സൺ ലൈറ്റ് കണ്ട ഭയങ്കര രസമാണ്. ആക്ച്വലി ഐ തോട്ട് ഓഫ് ഷെയറിങ് സംതിങ് ദാറ്റ് ഹാപ്പൻ ടു മീ. കുറച്ച് നല്ല കാര്യമാണ്, ഒരു രീതിയിൽ നോക്കിയാൽ നല്ലതാണ്, ഒരു രീതിയിൽ നോക്കിയാൽ ബാഡോ ഫീൽ ചെയ്യാം. സോ എന്തായാലും ഈ ഒരു വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതും കൂടെ ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ മീനൊന്നും മേടിക്കാണ്ട് തിരിച്ച് നടക്കുമായിരുന്നു. തിരിച്ച് നടക്കുന്ന വഴിയിലൊരു ചേട്ടൻ സ്കൂട്ടിയിൽ വന്നിട്ട് ഈ മീൻസ് എന്നെ ഓപ്പോസിറ്റ് വരുമായിരുന്നു. പുള്ളി ചോദിച്ചു മീനൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിച്ചു ഞാൻ ചിലപ്പം മേ ബി ഇങ്ങോട്ട് വഴി ചോദിച്ചപ്പം സംസാരിച്ച ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ ഞാൻ മീൻ മേടിക്കുന്ന കണ്ടത് ആരെങ്കിലും ആയിരിക്കും. എനിവേ സമ്മൺ ഹൂ കെയിം അക്രോസ് മീ ഇൻ ബിറ്റ്വീൻ. അപ്പം ഞാൻ മുഖമൊന്നും ഓർക്കുന്നില്ലായിരുന്നു. ആൻഡ് അങ്ങനെ ഞാൻ പുള്ളിക്ക് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പുള്ളി എന്നിട്ട് പാസ് ചെയ്ത് പോയി, ബാക്കിലോട്ട് മീൻ മേടിക്കാൻ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, വണ്ടിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി മീൻ മേടിച്ചിട്ട് തിരിച്ച് പോകണമെന്ന് ഞാൻ കണ്ടു. പുള്ളി എന്നെ ക്രോസ് ചെയ്ത് പോവുകയും ചെയ്തു. ഞാൻ എന്നിട്ട് പയ്യെ നടന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അവിടെ ആയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് പിന്നെ ഓപ്പോസിറ്റിലേക്ക് യു ടേൺ അടിച്ച് വണ്ടി നിർത്തി എന്നെ നോക്കിയിട്ട് ഇങ്ങോട്ട് വാ എന്നുള്ള രീതിയിൽ നിർത്തി. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. പുള്ളി ഒരു കവർ പിടിച്ചിട്ട് എൻ്റെ ഇതൊന്നും ആയി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പുള്ളിയിലുള്ള എനിക്ക് ചോദിച്ചു ഒരെണ്ണം മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ മതി, എനിക്ക് ഒരെണ്ണം കിട്ടിയാലും ധാരാളം. ബിക്കോസ് എനിക്ക് ഒരെണ്ണം പോലും അവിടെ നിന്ന് മേടിക്കാൻ പറ്റിയില്ല. അവിടെ എന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്ക്. അവർ മെയിനായിട്ട് ഈ ഹ്യൂജായിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് വിൽക്കണവരാണ് അവിടെ വന്ന് ലേലത്തിന് എടുക്കണം, അല്ലെങ്കിൽ വലിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇരിക്കും ചിലപ്പോൾ വന്നെടുക്കണം. നമ്മളപ്പോൾ ഉള്ളവർ വാങ്ങുന്നുണ്ട്, പക്ഷേ എനിക്ക് വാങ്ങാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല. ഞാൻ ട്രൈ ചെയ്തു ഇടയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്, പക്ഷെ അവർ പറഞ്ഞ റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ മാർക്കറ്റിൻ്റെ സെയിം റേറ്റ് തന്നെ എൻ്റെ ഒക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, എന്നെ പറ്റിക്കാൻ നോക്കണതാണ് എനിക്ക് മനസ്സിലായി, അതെനിക്കറിയാം. സോറി. എനിവേയ്സ് ഞാനങ്ങനെ ഈ ചേട്ടൻ എനിക്ക് ഒരു വാള മീൻ തന്നു. ഞാൻ ഓക്കെ വാങ്ങിച്ചു. പുള്ളി അപ്പം എടുത്തു വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഒരെണ്ണം മതിയോ, പിന്നീട് വേണമെങ്കിൽ വിളിച്ചാൽ മതി, പുള്ളിയുടെ കോണ്ടാക്റ്റ് തരാം, പുള്ളി ഫിഷൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്നുള്ള രീതി സംസാരിച്ചു. ഓക്കെ അങ്ങനെ എടുക്കുമ്പോൾ നമ്പർ നോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഇൻസ്റ്റിങ് ഞാൻ ഫോൺ എടുത്ത് നമ്പർ നോട്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് സ്ഥലം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കഴക്കൂട്ടപ്പുറത്താണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ചോദിച്ചു ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കഴിച്ചില്ല, വീട്ടിൽ പോയിട്ട് കഴിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു വാങ്ങിച്ചു തരണോ, ഫുഡ് വാങ്ങിച്ചു തരണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ചോദിച്ചു വണ്ടി വരെ ആക്കി തരണമെന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നടന്നു നോക്കോളാം. എന്നിട്ട് പറഞ്ഞു പുള്ളിയുടെ നമ്പറിലോട്ട് ഒരു മിസ് കോൾ അടിക്കാൻ പറഞ്ഞു. ഓക്കെ അടിച്ചേക്കാം, പിന്നെ മീനിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളീനെ കോണ്ടാക്ട് ചെയ്താൽ മതി, നാളെ വല്ലതും മീൻ വേണോ എങ്കിൽ വിളിച്ചാൽ മതി. ആക്ച്വലി എൻ്റെ സ്റ്റോറേജ് തീർന്നായിരുന്നു. അങ്ങനെ കുറച്ച് പഴയ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇടാത്ത വീഡിയോസ് കുറച്ച് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിപ്പോൾ എപ്പോഴും ഉള്ള പരിപാടി, ഇതായാലും എപ്പോഴും എനിക്കറിഞ്ഞൂടാ. ഇഫ് ഐ ഡ്രോപ്പ് ഇറ്റ് സൂൺ
ഇറ്റ്സ് എ ഗുഡ് സൈൻ ഫോർ മീ, അല്ലെങ്കിൽ ഇറ്റ്സ് എ ബാഡ് സൈൻ. ബിക്കോസ് എനിക്കിങ്ങനെ വീഡിയോസ് എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എടുത്തെടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് ഫൈനൽ ലൈക്ക് ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് ഞാനിപ്പോഴും ഭയങ്കരമായിട്ട് വീക്കാണ്. ഒന്നെങ്കിൽ വീഡിയോയിൽ സംസാരിക്കണം, വോയിസ് ഓവർ ചെയ്യാനിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു പാടുള്ളൊരു പ്രോസസ്സാണ്. ഞാൻ എന്താ നേരത്ത് വീഡിയോ എടുത്തപ്പം സംസാരിക്കാൻ ആലോചിച്ചത് അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ആലോചിച്ചത് അതൊന്നും ആയിരിക്കത്തില്ല ചിലപ്പം വരുന്നത്. അപ്പം അതൊക്കെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇങ്ങനെ പിന്നെ നാളത്തേക്കാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. എനിവേ, വാട്ട് ഐ വാസ് ടെല്ലിങ്, അങ്ങനെ പുള്ളിക്കാരൻ നമ്പരൊക്കെ തന്നു. അപ്പോൾ എനിക്ക് പുള്ളിയുടെ ഒരു സംസാരത്തിൽ നമുക്കൊരു ബാഡ് ഫീലിംഗ് അടിക്കുമല്ലോ, അത് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്. എനിക്ക് ബാഡ് ഫീൽ അടിച്ചു. എനിവേ, ഞാൻ സാധനം മേടിച്ചിട്ട് അവസാനം ബീനെ ഉടനെ വിളിച്ചു പറഞ്ഞു, ബീ ഇങ്ങനൊരു സംഭവം നടന്നു. അപ്പം കോട്ടയം എത്തിയിട്ടില്ല, 7 മണി കോട്ടയം എത്തിയായിരുന്നു തോന്നുന്നു. ആൻഡ് ഇങ്ങനെ പുള്ളി എന്നോട് സംസാരിച്ചു. അപ്പോൾ ബീന്നൊക്കെ പറഞ്ഞു, നീ പെട്ടെന്ന് വണ്ടിയെടുത്ത് ഓടിക്കോ, അവിടെ ഒന്നും നിൽക്കേണ്ട. ഓൾറെഡി ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തന്നെ എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു. ആളെ ഞാൻ രാവിലെ ഡ്രോപ്പ് ചെയ്തിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പം ഐ വാസ് നോട്ട് ഫീലിംഗ് ഓക്കെ. അങ്ങനെ തന്നെ ഒരു ഡ്രൈവ് വേണമെന്ന് കരുതി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും നോർമലി ഞാൻ മേ ബി കുറേ നാളായി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇച്ചിരി ക്രൗഡുള്ള സ്പേസിൽ ഇങ്ങനെയൊക്കെ ചെന്നിട്ട്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും എന്നെ തന്നെ നോക്കണു, അങ്ങനൊരു ഫീലിംഗ് എനിക്ക് തോന്നി. ഇപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ബാഡ് ഫീൽ അടിക്കത്തില്ല. കൂടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ബാഡായിട്ട് ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല. ഞാൻ എന്നിട്ടും അവിടെ എല്ലാം ചെന്ന് മാക്സിമം ഞാൻ നോക്കി ഒരു മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ട്രൈ ചെയ്തു. പക്ഷേ അവിടെ കിട്ടുന്നത് അത്രയും മറ്റേ വലിയ രീതിക്ക് നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് പിന്നെ ഈ വാങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ നോർമൽ റേറ്റ് നമ്മൾ മേ ബി നമുക്ക് അവിടെ നമ്മളുടെ അടുത്തുള്ള ഷോപ്സിൽ കിട്ടണേക്കാട്ടിയിട്ടും കൂടുതൽ റേറ്റിലേക്ക് അവർ പറയുന്നത്. ബിക്കോസ് അവർ ലേലം വിളിച്ചിട്ട് മേടിക്കണതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു റേറ്റിനാണ് പറയുന്നത്. എനിവേസ്, അപ്പം ഇതൊന്നും അല്ലല്ലോ നമ്മളെ കൺസേൺ ഇപ്പോഴത്തെ. ഇപ്പം വാട്ട് വാസ് ഇറ്റ്, ഞാനങ്ങനെ ഫുള്ളി ബാഡ് അടിച്ചിട്ട് വണ്ടി വന്നു കയറി മീനും വെച്ചിട്ട് ഞാൻ ഈ ഒരു റൂട്ട് ഇച്ചിരി ഇതാണ്, അതിൻ്റെ ഇവരുടെ മാർക്കറ്റിൻ്റെ ഇടയിൽ കൂടെ വേണം വണ്ടിയൊക്കെ എടുത്ത് പോകാൻ. അങ്ങനെ മാക്സിമം പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ തിരുവല്ല എത്തിയിട്ടുണ്ട് ഞാൻ ഇപ്പം. അപ്പം ഞാൻ ആക്ച്വലി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിൽ വന്ന കുറച്ച് കാര്യമുണ്ട്. എന്തുകൊണ്ട് എനിക്കത് ബാഡായിട്ട് ഫീൽ ചെയ്ത്, മേ ബി പുള്ളി ചിലപ്പോൾ നല്ലൊരു മനസ്സോടെ പറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ ആയിരിക്കത്തില്ല. അപ്പം എനിക്ക് എന്തായാലും എൻ്റെ മനസ്സിൽ ബാഡാവാം എന്നുള്ളൊരു തോട്ടാണ് വന്നത്. ബാഡായിട്ടായിരിക്കാം പുള്ളി ഉദ്ദേശിച്ചതെന്നുള്ളൊരു തോട്ടാണ് വന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് അയ്യോ എന്താ ഇങ്ങനെ എന്നുള്ളൊരു തോന്നുന്നു. പിന്നെ അല്ലെങ്കിൽ ഫുഡൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറയുന്നത് നോർമലി നമ്മൾ അച്ഛന്മാരൊക്കെ പറയണതാണ്. ഇപ്പം എൻ്റെ അച്ഛൻ വന്നാലും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു പെൺകുച്ചിനോട് സംസാരിക്കുക, അതുകൊണ്ടാവും. പക്ഷെ ഫോൺ നമ്പർ വന്നിട്ട് വിളിക്കാൻ പറയണതും മിസ് കോൾ അടിച്ചിടാൻ പറയണതും അതെനിക്ക് നോർമലായിട്ട് തോന്നിച്ചില്ല. പിന്നെ നാളത്തേക്ക് മീൻ വേണമെന്നൊക്കെ ചോദിക്കണതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറയണതും ഐ ഫൈൻഡ് ഇറ്റ് നോട്ട് നോർമൽ. എനിവേസ്, ഞാൻ ഈ ഇടയ്ക്കല്ല ഒരു 2 days ബാക്ക് ഗൗരി ലക്ഷ്മി എന്ന് പറഞ്ഞൊരു സിംഗറിൻ്റെ ഒരു പാട്ട് കേട്ടായിരുന്നു, മുറിവെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനുശേഷം ഇപ്പം അത് കുറച്ച് നാൾ മുന്നേ പുള്ളിക്കാരി എഴുതിയൊരു സോങ് ആയിരുന്നു. ആൻഡ് റീസെൻ്റ്ലി അതിപ്പം കുറച്ച് ട്രെൻഡിങ് അല്ലെങ്കിൽ കുറച്ച് അതിനെ പറ്റിയിട്ട് സംസാരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഗൗരിലക്ഷ്മിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരി പറയും, മുറിവെന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ലൈഫിൽ നടന്ന കുറച്ച് ഇൻസിഡൻസ് തന്നെയാണ് പുള്ളിക്കാരി അതിൽ ഷെയർ ചെയ്തേക്കുന്നത്, ലൈക്ക് ചൈൽഡ് അബ്യൂസിനെ പറ്റിയിട്ടുള്ളത്. അപ്പം പലരും വന്നിട്ട് കമൻസിൽ പറയണത് ഭയങ്കര നെഗറ്റീവായിട്ടാണ്, ലൈക്ക് മെയിൻലി മെന്നത് പറഞ്ഞേക്കണം. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് അവർ ഫ്രെയിം ചെയ്ത സ്റ്റോറി പോലെ, അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ആസ് എ ഗേൾ ഞാൻ പറയുവാണെങ്കിൽ ഈവൻ ഞാനായി കൂടി അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻസിൽ കൂടെ പോയിട്ടുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡ് സമയത്ത് എനിക്കും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. വെൻ ഐ വാസ് അറൗണ്ട് 5 or 6 എനിക്ക് ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 10 years old, ലൈക്ക് 5th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഒരു ബസ്സിൽ വെച്ചിട്ട്. ആൻഡ് ഈവൻ എൻ്റെ അച്ഛനമ്മയും
എന്നോട് പറഞ്ഞു തന്നിട്ടില്ല എന്താണ് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ കംഫർട്ടബിൾ അല്ലാന്ന് എനിക്ക് ഞാനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ടൈം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ പാരൻസ് അത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിൽ അല്ലെങ്കിൽ എനിക്കും മൂത്തവരായിക്കോട്ടെ ആ ഒരു ടൈമിലൊക്കെ വളർന്ന കുട്ടികളുടെ അച്ഛനമ്മമാർ അത് ഷെയർ ചെയ്തിട്ടുണ്ടാവത്തില്ല എന്താണ് ഇങ്ങനത്തെ. മേ ബി അവർക്കും അറിയത്തില്ലായിരുന്നു കാണും. അപ്പം പക്ഷെ ഇപ്പോൾ വരുന്ന മിക്ക പാരൻസും ലൈക്ക് ന്യൂ പാരൻസ് എല്ലാവരും കുട്ടികളോട് എൻ്റെ ഫ്രണ്ട് എടുക്കുവാണെങ്കിൽ ആ ഫ്രണ്ട് ഭാവേനോടായാലും അവളെല്ലാം പറയുന്നുണ്ട്. അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് എല്ലാം ഷെയർ ചെയ്യുന്നുള്ളത്. ആൻഡ് ഇപ്പം ഞാൻ കമൻറ്റ് സെക്ഷനിൽ ആണുങ്ങളെ പറ്റി പറയുവാണെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് ഇങ്ങനെ നടക്കാറില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ നടന്നില്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്നായിരിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ പ്ലസ് 1 പഠിക്കുമ്പോഴായാലും എൻ്റെ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഗേൾസ് എല്ലാവരും സംസാരിക്കുമ്പോൾ അവർക്കുണ്ടായ ഇൻസിഡൻസ് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ ഇൻസിഡൻ്റെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ലൈഫിൽ. പലരും അത് പറയത്തില്ല. ചിലപ്പോൾ ഫാമിലി, ഈവൻ ഞാൻ വരെ എൻ്റെ ഇൻസിഡൻറ്റ് എൻ്റെ ഫാമിലിയോട് എന്താണെന്നോ കംപ്ലീറ്റ് ആയിട്ടും പറഞ്ഞു, ബീനോട് പറഞ്ഞിട്ടുണ്ട്, മേ ബി എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എൻ്റെ ഫാമിലിയോട് ചിലപ്പോൾ ഷെയർ ചെയ്യണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഗേൾസിന്. ഐ മീൻ ചില ഗേൾസ് ഭയങ്കര ക്ലോസ് ടു അത് ആയിട്ടുള്ളവർ പറയുമായിരിക്കാം. എനിവേ ഞാൻ പറഞ്ഞിട്ടില്ല. ആൻഡ് അപ്പം ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ നടക്കണ ഒരു കാര്യമാണ്. അപ്പം ആ ഒരു പാട്ടിന് ഇത്രയും വിമർശിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വന്ന് ബാഡായിട്ട് ഇത് അവർ കെട്ടിച്ചമർച്ചയാണ്, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഈ കണ്ണിൽ കൂടെ ആരെ ആ കണ്ണിൽ കൂടെ കാണുന്നില്ല. ഇപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഉടനെ പറഞ്ഞ ഹി വാസ് ട്രൈങ് ഓൺ യു എന്നാണ് എന്തൊക്കെ പറഞ്ഞത്. എന്നുവെച്ചാൽ പുള്ളി ഞാൻ എന്നിട്ടും എൻ്റെ മനസ്സിൽ ചിലപ്പോൾ പുള്ളി നല്ലതായിരിക്കും ആലോചിച്ചത് എന്ന് വരെ ഞാൻ തിങ്ക് ചെയ്തു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അത്ര പോലും തിങ്ക് ചെയ്തില്ല. പുള്ളി സ്ട്രെയിറ്റ് പറഞ്ഞത് ബാഡായിട്ടാണ് പുള്ളി എടുത്തിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സോ ഈവൻ മെൻ ആർ ജഡ്ജിങ് ദംസെൽഫ് ആസ് ബാഡ്. അപ്പം എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അങ്ങനെയല്ല സമൂഹം എന്നുള്ള രീതിയിൽ. സമൂഹം നമ്മളിവിടെയൊക്കെ ഉള്ളത് എങ്ങനെ തന്നെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പൊതുവെ എഡ്യൂക്കേറ്റ് ചെയ്യുക, മാറാൻ നോക്കുക, അതേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ മെയിനായിട്ട് സ്വന്തം കുട്ടികളെ വരുന്നവരെ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുക കാര്യങ്ങൾ. നമ്മളൊന്നും അറിയാണ്ടാവുമ്പോഴാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് വന്നൊരു മെൻ്റൽ ട്രോമ ഉണ്ട് ആ സമയത്ത്. ഇപ്പോഴും ഞാൻ അത് ആലോചിക്കുമ്പോഴത്തേക്ക് ഒരു മൊമെൻറ്റിലൊന്ന് സ്റ്റക്കായി പോകാറുണ്ട്. ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്താ ഞാൻ പറയേണ്ടത്, ചെയ്യേണ്ടത്, എങ്ങനെയാണ്. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്ററിനോട് പറയണോ, ആർക്കെങ്കിലും പറയണോ, അല്ലെങ്കിൽ വീടിച്ചെന്ന് അച്ഛനമ്മയോട് പറയണോ, എനിക്കറിയത്തില്ല. അതായിരുന്നു സിറ്റുവേഷൻ. എനിവേ ഇറ്റ്സ് ഓവർ. സോ ഇപ്പം ഞാൻ ഇപ്പം ഈഞ്ചക്കലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. എന്നിട്ട് വർക്ക് സൈഡിൽ പോകണം. അവിടെ വർക്കേഴ്സ് ഒന്നുണ്ട്, അപ്പോൾ അവർക്ക് മെറ്റീരിയൽസൊക്കെ എടുത്ത് കൊടുക്കണം. അങ്ങനെ കുറച്ച് ടാസ്കൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് അപ്പം ഇന്നത്തെ ദിവസം മോർണിംഗ് സ്റ്റാർട്ടഡ് വിത്ത് സംതിങ് ആസ് എ ഗുഡ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ രാവിലെ കുറച്ച് കരയൊക്കെ ചെയ്തു ബിക്കോസ് ഓഫ് സംതിങ് എൽസ് വിച്ച് ഐ ഡോണ്ട് വോണ്ട് ടു ഷെയർ വിത്ത് ദിസ് വീഡിയോ. അപ്പം എല്ലാവരും സ്പീഡിന് പോവാണ്. ഞാൻ ഇങ്ങനെ സംസാരിക്കണോണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ലോയിലാണ് പോണത് വെച്ച് എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. ആൻഡ് സാരമില്ല, എനിക്ക് അത്ര പെട്ടെന്ന് പോകേണ്ട ആവശ്യമില്ല. 9 മണിക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് എത്തിയാൽ മതി. എനിവേസ് പിന്നെന്താ, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വ്ളോഗെങ്കിലും ഞാൻ ഇടണേ എന്നാണ് ഞാൻ എന്നോട് തന്നെ പറയുന്നത്. ഇട്ടാൽ നന്നായിരിക്കും മേ ബി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഇനി എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ നടക്കുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഷൂട്ട് ചെയ്തിട്ട് ഇടാം ഒറ്റൊരു വീഡിയോ ആയിട്ട്. ഓക്കെ, ബൈ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നത് നമ്മൾ വഞ്ചൂർ കോർട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചായക്കാരിയിലാണ്. ഇവിടെ സ്പെഷ്യലായിട്ടുള്ള ഗീപ്പൊടി ഇഡ്ഡലിയാണ് കഴിച്ചത്. അതിൻ്റെ രസമൊക്കെ വരുന്നുണ്ടായിരുന്നു, വിച്ച് ഇസ് റിയലി ഗുഡ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സൈറ്റിലൊക്കെ പോയി. സൈറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ലാൻഡ്സ്കേപ്പിംഗ് വർക്ക്സൊക്കെ നടക്കുമായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ഷോർട്സാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. So it's around 4 PM.
ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നായിരുന്നു, സൈറ്റിൽ നിന്നിട്ട്. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാണ്. രാവിലെ 4:30 ഇറങ്ങിയതാണ്. ആൻഡ് വീട്ടിൽ പോയിട്ട് വേണം വേറെ കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും കഴിഞ്ഞിട്ട് വേണം ബീനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ബീന വൈകിട്ട് ട്രെയിനിൽ വരും. അപ്പോൾ എനിക്കിപ്പം വീഡിയോ എടുക്കാൻ തോന്നിച്ച്, വേറെ ഒന്നും കൊണ്ടല്ല, ഇറ്റ്സ് റെയിനിങ്. അതുകൊണ്ട് ആക്ച്വലി ബീനെ വിളിക്കാൻ പോയതും അതുപോലെ തന്നെ ഈവനിങ് ഫുഡ് കഴിച്ചതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരും ഭയങ്കര സംസാരമായിരുന്നു. എൻ്റെ ഇടയിൽ വേറൊക്കെ വിട്ടുപോയായിരുന്നു. ഞാൻ രാവിലത്തെ ഇൻസിഡൻറ്റ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെയൊക്കെ ആയിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ ആൻഡ് ഐ ഹോപ്പ് ഐ എം ഗോണ പോസ്റ്റ് ഇറ്റ് റൈറ്റ് നൗ. അതുകൊണ്ടാണ് ഈ വോയിസ് ഓവറൊക്കെ ഇപ്പം തന്നെ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻഡ് ക്രാഫ്റ്റി. ഡെഫിനറ്റായിട്ട് ഇനി വീഡിയോസ് കുറച്ചുകൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും. എനിവേ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്